സംസ്ഥാനത്ത് ട്രെയിനുകൾ വൈകി ഓടുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള 10-ലധികം ട്രെയിനുകളാണ് ഒരു മണിക്കൂറിൽ അധികമായിട്ട് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആകാശ് ലൈനിലുണ്ടെന്ന് കരുതുന്നു. ആകാശ്, ഈ മോശം കാലാവസ്ഥ ട്രെയിൻ ഗതാഗതത്തെയും സാരമായി ബാധിച്ചു എന്ന് തന്നെയല്ലേ ഈ പുറത്തു വരുന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രജനി, ഏതാണ്ട് 10-ലേറെ ട്രെയിനുകളാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ച് വൈകി ഓടുന്നത്. അതായത് മോശം കാലാവസ്ഥയും പല ട്രാക്കുകളിലും വെള്ളം കയറി നിൽക്കുന്നത് കാരണവും ട്രെയിനുകൾ വളരെ വൈകിയാണ് ഓടുന്നത്. മറ്റൊരു മണ്ണിടിച്ചിൽ പോലുള്ള വലിയ ദുരന്തങ്ങൾ ഇല്ലെങ്കിലും മറ്റു ദുരന്തങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി വൈകിയും വേഗത കുറച്ചുമാണ് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരം ചെന്നൈ ജയന്തി ജനത, മലബാർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളാണ് വളരെ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ജയന്തി ജനത പൂനെയിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരിയിൽ വരെ എത്തേണ്ട ട്രെയിനാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് എത്തിച്ചേരേണ്ട ട്രെയിൻ ഇപ്പോൾ 4 മണിക്കൂറിലേറെ വൈകിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിനിനെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും മറ്റു പല നാഗർകോവിലും ഗവൺമെന്റ് ജീവനക്കാർ പോലും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ ട്രെയിൻ വളരെ വൈകി ഓടുന്നത് കൊണ്ട് പലരും അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും വരുന്ന മറ്റൊരു ആപത്തും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ട്രെയിനുകൾ വളരെ വൈകി വേഗത കുറച്ച് പോകുന്നു എന്നാണ് റെയിൽവേയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവ്. അതുപോലെ തന്നെ ചെന്നൈ തിരുവനന്തപുരം ട്രെയിൻ 8 മണിക്ക് എത്തിച്ചേരേണ്ട ട്രെയിൻ ഇപ്പോൾ 3 മണിക്കൂർ വൈകിയുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് എത്തിച്ചേരേണ്ട ട്രെയിനുകൾ വൈകി ഓടുന്നതിനാൽ എതിർഭാഗത്തേക്ക് പോകേണ്ട, അതായത് ചെന്നൈയിൽ നിന്നും നാഗർകോവിൽ വഴി തിരുവനന്തപുരം വഴി കൊല്ലം ഭാഗത്തേക്ക് പോകേണ്ട ട്രെയിനുകൾ സിഗ്നലുകൾക്കും മറ്റു ചില ആവശ്യങ്ങൾക്കുമായി വൈകി ഓടേണ്ട ഒരു അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അനന്തപുരി എക്സ്പ്രസ് ഏതാണ്ട് 9:30 തിരുവനന്തപുരത്ത് എത്തിച്ചേരേണ്ട ട്രെയിൻ ഇപ്പോഴും നാഗർകോവിൽ വളരെ വൈകിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എതിർഭാഗത്തു നിന്നുള്ള ട്രെയിനുകളുടെ സിഗ്നൽ ലഭിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് റെയിൽവേയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. രജനി, ശരി, എന്തായാലും ശക്തമായ മഴ റെയിൽ ഗതാഗതത്തെയും സാരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. റെയിൽവേ നൽകുന്ന അറിയിപ്പുകളൊക്കെ തന്നെ കൃത്യമായിട്ട് യാത്രക്കാർ പാലിക്കുക. ആകാശാണ് വിവരങ്ങൾ നൽകിയത്.